നമസ്കാരം. 2 ദിവസം മുൻപ് എൻ്റെ ഫേസ്ബുക്കിൽ ഞാനൊരു 2 വരി കുറിച്ചിട്ടിരുന്നു. അതെങ്ങനെയാണ്? ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ജഡ്ജി പണി നിർത്തുന്നതാണ് നല്ലത്. തിരുവനന്തപുരത്തെ ഇപ്പോഴത്തെ കാഴ്ചയാണിത്. തിരുവനന്തപുരം നഗരത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ സഹായത്തോടുകൂടി സ്മാർട്ട് റോഡുകൾ നിർമ്മാണം പൂർത്തിയായതായി ഞങ്ങൾ നേരത്തെ തന്നെ ഒരു റിപ്പോർട്ട് ചെയ്തിരുന്നു. തിരുവനന്തപുരം നഗരത്തിലെ പല വഴികളും ഇപ്പോൾ അതിമനോഹരമാണ്. പണ്ട് ഒരിക്കലും നന്നാവാതെ ജർക്കിങ്ങോടെ കിടന്നിരുന്ന വെള്ളയമ്പലത്തു നിന്ന് വഴുതക്കാട് തൈക്കാട് വഴി തമ്പാനൂരിനുള്ള വഴിയൊക്കെ ഇപ്പോൾ പാശ്ചാത്യ രാജ്യങ്ങളെ ഓർമ്മിപ്പിക്കുന്ന തരത്തിൽ മനോഹരമായ റോഡാണ്. ആ റോഡിലൊക്കെ കഴിഞ്ഞ ദിവസം നിരന്ന ഒരു ചെങ്കൊടി കണ്ടിട്ടാണ് ആ ചെങ്കൊടിയുടെ ചിത്രമെടുത്ത് ഞാൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടത്. ഒരാളെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടയക്കാൻ പോയപ്പോൾ കണ്ട കാഴ്ചകൾ സങ്കടകരമായി തോന്നിയതുകൊണ്ട് മാത്രമായിരുന്നു ആ ചിത്രം പോസ്റ്റ് ചെയ്തത്. ആരോ ഈ ചിത്രം ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന് അയച്ചു കൊടുത്തു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ തന്നെ അദ്ദേഹം നടപടിക്കായി തിരുവനന്തപുരം നഗരസഭയെ വിളിച്ചത്രേ. തിരുവനന്തപുരം നഗരസഭ ഞൊടിയിടയിൽ ഉണർന്നു പ്രവർത്തിക്കുകയും ഈ ഹോർഡിങ്സുകൾ അടക്കം നഗരത്തിൽ CPI സമ്മേളനത്തോടനുബന്ധിച്ച് ഉയർത്തിക്കെട്ടിയ എല്ലാ ഹോർഡിങ്സുകളും അഴിച്ചു നീക്കി. ഞാൻ ഇന്ന് രാവിലെ തിരുവനന്തപുരം നഗരത്തിലൂടെ ഒരു ഓട്ടപ്രദക്ഷിണം നടത്തി. ഇത്തരം ഹോർഡിങ്സുകൾ നാമമാത്രമായി പോലും ഇല്ല എന്നതാണ് വാസ്തവം. അവിടെയും ഇവിടെയും അല്പം മാറി ചിലതുണ്ട് എന്നത് സത്യമാണെങ്കിലും കാഴ്ച മറയ്ക്കുന്ന തരത്തിൽ, മനുഷ്യനെ അസ്വസ്ഥപ്പെടുത്തുന്ന തരത്തിൽ, ജീവന് ഹാനി ഉണ്ടാക്കുന്ന തരത്തിലുള്ള എല്ലാ ഹോർഡിങ്സുകളും നീക്കം ചെയ്യപ്പെട്ടിരിക്കുന്നു. വാസ്തവത്തിൽ വലിയ അഭിമാനം തോന്നി. ഒരു ജഡ്ജി തൻ്റെ ജീവിതത്തിൽ ഒരു ദൗത്യം ഏറ്റെടുത്തപ്പോൾ ഒരു നാടിനുണ്ടായ അസാധാരണമായ മാറ്റം ഇപ്പോഴും നിലനിൽക്കുന്നു എന്നത് ചെറിയ കാര്യമല്ല. ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇതിൽ കുറ്റവാളികൾ CPMകാരോ CPIക്കാരോ മാത്രമല്ല, കോൺഗ്രസ്സുകാരും BJPക്കാരും അടക്കം ഈ നാട്ടിലെ സകല രാഷ്ട്രീയ പാർട്ടി നേതാക്കളും സകല മതസംഘടനകളും ഫ്ലെക്സ് വയ്ക്കുന്ന കാര്യത്തിൽ മത്സരിക്കുകയാണ്. അവർക്കൊക്കെ അവരുടെ പ്രമാണിത്വം നിലനിൽക്കണമെങ്കിൽ, അവരുടെ സ്ഥാനം നാട്ടുകാരെ അറിയിക്കണമെങ്കിൽ, അവർ മഹാന്മാരാണ് എന്ന് ബോധ്യപ്പെടുത്തണമെങ്കിൽ ഫ്ലെക്സ് വെച്ച മതിയാവും. എന്നാൽ ഇതുണ്ടാക്കുന്ന അപകടങ്ങൾ ചില്ലറയല്ല. നമ്മുടെ കണ്ണിലേക്ക് ഇങ്ങനെ വരുന്ന ഈ ഹോർഡിങ്സുകൾ വണ്ടി ഓടിക്കുമ്പോൾ ഉണ്ടാക്കുന്ന അപകടം ഒരു വശത്തെ, കാൽനടക്കാർക്ക് തടസ്സമുണ്ടാക്കുന്ന തരത്തിൽ ഫുട്പാത്തുകൾ മറച്ചുകൊണ്ട് തടസ്സപ്പെടുത്തിക്കൊണ്ട് സ്ഥാപിക്കുന്ന ഹോർഡിങ്സുകളും ഫ്ലെക്സുകളും മറുവശത്തെ, ഇവയൊക്കെ മറിഞ്ഞു വീണ് മരിക്കുന്നവരുടെ വാർത്തകൾ പോലും നമ്മൾ കാണുന്നു. കൊടിമരങ്ങളും ഫ്ലെക്സുകളും ഒക്കെ നമ്മുടെ പൊതുനിരത്തുകളെ നശിപ്പിച്ച് കളഞ്ഞപ്പോൾ പലരും മൂക്കത്ത് വിരൽ വെച്ചു. ലോകത്തൊരിടത്തും ഇല്ലാത്ത വിധത്തിൽ ഇവിടെ ഈ വൃത്തികേടുകൾ അരങ്ങേറി. നമ്മുടെ രാജ്യത്ത് നിലവിലുള്ള സകല നിയമങ്ങളുടെയും ലംഘനമാണ് എന്ന് പറഞ്ഞിട്ടും ആരും കൂട്ടാക്കിയില്ല. കാരണം ഇവിടെ പൊതുപ്രവർത്തനം നടത്തുന്നു എന്ന് അവകാശപ്പെടുന്ന സകലർക്കും, രാഷ്ട്രീയ പാർട്ടികളും മതസംഘടനകളും സാമൂഹ്യ പ്രവർത്തകരും അടക്കം സകലർക്കും അവരുടെ മുഖം തിളങ്ങി നിൽക്കണമെങ്കിൽ ഹോർഡിങ്സുകളും ഫ്ലെക്സുകളും വേണം. അതിനെതിരെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് കഴിഞ്ഞ വർഷം ഒരു ഹൈക്കോടതി ജഡ്ജി യുദ്ധപ്രഖ്യാപനവുമായി രംഗത്ത് വരുന്നത്. കൊല്ലത്ത് കോടതി സമുച്ചയം ഉദ്ഘാടനം ചെയ്യാൻ പോയപ്പോൾ അദ്ദേഹം കണ്ട ഹോർഡിങ്സുകൾ മുഴുവൻ നഗരസഭാ സെക്രട്ടറി വിളിച്ചു വരുത്തി 24 മണിക്കൂറിനകം നീക്കം ചെയ്യാൻ ഉത്തരവിട്ടപ്പോൾ അരമണിക്കൂറിനകമാണ് അവയൊക്കെ മാറിയത്. അത് വാർത്തയായി. പിന്നീട് ഈ ഹോർഡിങ്സുകൾ ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ച് പൊതുജനങ്ങൾ പരാതിപ്പെടാൻ തുടങ്ങിയതോടെ, കോടതിയിൽ പല കേസുകൾ എത്തിയതോടെ എല്ലായിടത്തും ശക്തമായ നടപടിയെടുത്തു. ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ്റെ അതിശക്തമായ ഇടപെടലിനെ തുടർന്ന് CPMന്റെ ജില്ലാ സമ്മേളനങ്ങളിലും സംസ്ഥാന സമ്മേളനത്തിലുമുള്ള ഹോർഡിങ്സുകൾ പോലും എടുത്തു മാറ്റേണ്ടി വന്നു. ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രനെതിരെ CPM സൈബർ ഗുണ്ടകൾ സൈബർ ആക്രമണം നടത്തി. സംഗീദേവൻ എന്ന് വിളിച്ച് അധിക്ഷേപിച്ചു. അദ്ദേഹത്തിൻ്റെ ഹോർഡിങ്സ് ഇവർ തന്നെ ഉണ്ടാക്കി വെച്ചിട്ട് അദ്ദേഹം ഹോർഡിങ്സ് വെച്ചു എന്ന തരത്തിൽ പ്രചരിപ്പിച്ചു. ദേവൻ രാമചന്ദ്രനെതിരെ നിരന്തരമായി സോഷ്യൽ മീഡിയ ആക്രമണവുമായി DYFIയും SFI രംഗത്ത് വന്നു. എന്നാൽ ഒരിടത്തും തളരാതെ, ഒട്ടും പിറകോട്ട് പോവാതെ തൻ്റെ നിലപാടിൽ ഉറച്ച് ജസ്റ്റിസ് ദേവൻ മുമ്പോട്ട് പോയി. ആ ഉഗ്രശാസനിക്ക് മുമ്പിൽ ഒടുവിൽ നമ്മുടെ സിസ്റ്റത്തിനെ മുട്ടുകുത്തേണ്ടി വന്നു. CPMകാരും കോൺഗ്രസ്സുകാരും BJPക്കാരുമൊക്കെ പതിയെ പതിയെ ഹോർഡിങ്സുകളെയും ഫ്ലെക്സുകളെയും ഒഴിവാക്കി തുടങ്ങി. ദേവൻ രാമചന്ദ്രൻ ഇടപെടുന്നതിന് മുമ്പ് നമ്മുടെ നാട്ടിലെ സകല വഴികളിലും സകല ജംഗ്ഷനുകളിലും അനേകം ഫ്ലെക്സുകളും ഹോർഡിങ്സുകളും കൊടിമരങ്ങളുമായിരുന്നു. എന്നാൽ ഇന്ന്
അപൂർവമായി മാത്രം അത് മാറിയിരിക്കുന്നു. പതിയെ പതിയെ എല്ലാം മറന്നുപോകും എന്ന് കരുതി ഇടയ്ക്കിടെ ഇവരൊക്കെ രംഗത്ത് വരുമ്പോൾ ഉത്തരവാദിത്തത്തോടെ മാധ്യമങ്ങൾ രംഗത്ത് വരുന്നതോടെ ഇവർക്ക് നിൽക്കക്കള്ളിയില്ലാതായി. സെക്രട്ടേറിയറ്റിന് മുമ്പിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കൂറ്റൻ ചിത്രമടക്കം പടുകൂട്ടൻ ഫ്ലെക്സ് സ്ഥാപിച്ചതുപോലും എടുത്തു മാറ്റേണ്ടി വന്നു. ഇതൊക്കെ സ്ഥാപിച്ച യൂണിയൻ നേതാക്കൾക്ക് പിഴയടക്കേണ്ടി വന്നു. എന്ന് വെച്ചാൽ സർക്കാരിൻ്റെ സ്വന്തമാണെങ്കിലും പണമടയ്ക്കാതെ രക്ഷയില്ലാത്ത അവസ്ഥയാണ് ദേവൻ രാമചന്ദ്രൻ സൃഷ്ടിച്ചത്. ഇപ്പോൾ തിരുവനന്തപുരത്ത് CPI സമ്മേളനത്തോടനുബന്ധിച്ച് വെച്ച ഈ ഹോർഡിങ്സുകൾക്കും പോസ്റ്ററുകൾക്കും കൊടികൾക്കുമൊക്കെ വെച്ചവർ പണമടയ്ക്കേണ്ടി വരും. കോർപ്പറേഷൻ്റെ ബാധ്യതയാണ് പണമടച്ചിട്ട് ആ വിവരം കോടതി അറിയിക്കുക എന്നത്. അതിനുവേണ്ടി ഒരു ഓംബുഡ്സ്മാനെ പോലും കോടതി നിയമിച്ചിരിക്കുന്നു. ഒരു ജഡ്ജി വിചാരിച്ചാൽ ഒരു നാട്ടിൽ എന്തെല്ലാം മാറ്റം വരുത്താൻ കഴിയും എന്നതിന് തെളിവായി മാറുന്നു ജസ്റ്റിസ് ദേവന്റെ ഈ ഇടപെടൽ. ഹൈക്കോടതി ജഡ്ജിമാർ ഇത്തരം പൊതുജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങൾ സ്വമേധയാ ഏറ്റെടുത്ത് ഇടപെടൽ നടത്തിയാൽ നമ്മുടെ നാട്ടിൽ ഒരുപാട് മാറ്റങ്ങളുണ്ടാവും. അഴിമതിയും സ്വജനപക്ഷപാതവും തട്ടിപ്പും വെട്ടിപ്പുമായി നമ്മളെ കബളിപ്പിച്ച് ജീവിക്കുന്ന ഈ രാഷ്ട്രീയ ജീവികളെ മര്യാദ പഠിപ്പിക്കാൻ നമ്മുടെ നീതിപീഠങ്ങൾക്ക് മാത്രമേ കഴിയൂ. ഈ അതിശക്തമായ ഇടപെടലിന് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന് നന്ദി.